പല രൂപത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മുടെ ബിസിനസ് വളരാനുള്ള ഒരു കാര്യമാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒപ്റ്റിമൈസേഷൻ? നമ്മുടെ ബിസിനസ്സിൽ നിലവിലുള്ള റിസോഴ്സുകളെ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് 5 സ്റ്റാഫ് ഉണ്ട്. ആ 5 സ്റ്റാഫിനെ അവരുടെ കഴിവിനെ, അവരുടെ എനർജിയെ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ രീതിയിൽ കൂടുതലായി എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിച്ച് നമ്മൾ ചെയ്യാറുണ്ടോ? ചില സ്ഥാപനങ്ങളിൽ കുറഞ്ഞ സ്റ്റാഫിനെ കൊണ്ട് നന്നായി വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായി അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഫലപ്രദമായി അവരെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു സ്ട്രാറ്റജിയാണ്. ചില ആളുകൾ പറയുന്നത് കേൾക്കാൻ, എനിക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട് പക്ഷെ എൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ആകുന്നില്ല, വർക്ക് കംപ്ലീറ്റ് ആകുന്നില്ല എന്ന്. അത് ഈ ഒരു രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒപ്റ്റിമൈസേഷനിൽ പ്രധാനമായി 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, പീപ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ, കസ്റ്റമറിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ എത്ര ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയോ എന്ന് നോക്കി അങ്ങനെ ചെയ്യാം. അതാണ് ഒന്ന്. രണ്ടാമത്തേത് പ്രോസസ്സ്. എല്ലാ ബിസിനസ്സിലും ഒരു പ്രോസസ്സ് ഉണ്ടാവും. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരമായി ചെയ്യുന്ന ഒരു രീതികൾ ഉണ്ടാവും. ആ രീതിയെ ഒരു പ്രോസസ്സിന്റെ ഒരു ക്രമമായ രീതിക്കാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഒരു ബിസിനസ്സിനുണ്ടെങ്കിൽ ആ സിസ്റ്റം വളരെ യൂസ്ഫുൾ ആയ, വളരെ സ്പീഡപ്പായ നല്ലൊരു സിസ്റ്റമാണെങ്കിൽ ആ സിസ്റ്റം മതി ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ. ഈ ഓണറുടെ എല്ലാ സമയത്തുമുള്ള നോട്ടമില്ലെങ്കിലും, പ്രസൻസ് ഇല്ലെങ്കിൽ തന്നെയും ആ ബിസിനസ് മുന്നോട്ട് പോകും. കാരണം എന്താ? അതിനൊരു നല്ല സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റമാണ് പ്രോസസ്സാണ് രണ്ടാമത്തത്. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ടൂൾസ്. പുതിയ പുതിയ ടൂൾസുകൾ, ടെക്നോളജി ഉണ്ട് ഇന്നത്തെ കാലത്ത്. ആ ടൂൾസിനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബിസിനസ്സിന് വളർച്ച ഉണ്ടാക്കാനായി സാധിക്കും. ഇപ്പോൾ കസ്റ്റമറിന് മെസ്സേജ് അയക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒക്കെ പല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. ആ ടൂൾസിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിലൂടെ നമുക്ക് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ കൂടുതൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനായി സാധിക്കും. നാലാമത്തെ ഒന്നാണ് ഫൈനാൻസ്. നിലവിലുള്ള സാമ്പത്തിക അവസ്ഥ, ആ സാമ്പത്തിക ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് അത് കൊണ്ടുവരിക. ഈ എക്സ്പാൻഷനും ഒപ്റ്റിമൈസേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നമുക്കതിന് കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമുക്ക് പണം ചെലവഴിക്കേണ്ടി വരും. അതേസമയം ഒപ്റ്റിമൈസേഷന് നമ്മൾ കോസ്റ്റ് ഇല്ലാതെ തന്നെ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഈ വഴികൾ നമ്മൾ തേടുക എന്നുള്ള. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിന് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരം വഴികൾ, സ്ട്രാറ്റജികൾ നമ്മൾ യൂസ് ചെയ്യാം. താങ്ക് യു.